പറഞ്ഞിരിക്കുന്നത് ഇതൊരു വില്ലിംഗ് പർച്ചേസർക്ക് വിറ്റു എന്നാണ്. വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നാണ്. ഉയർന്ന തുകയ്ക്ക് അതായത് ഇതിൻ്റെ സ്വർണത്തിൻ്റെ വിലയല്ല, സ്വർണം 5 കിലോ സ്വർണത്തിൻ്റെ വില അല്ല. ഈ ശബരിമലയിലിരുന്ന ദ്വാരപാലക ശില്പം തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുക. എന്നിട്ട് വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതിൻ്റെ മോഡൽ വ്യത്യാസം വന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ എത്രയും വലിയ കളവാണ് നടന്നത്, എത്രയും വലിയ കളവാണ് ഇത്. ഇപ്പോൾ ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം അടക്കം പോയേനെ അവിടുന്ന്. വാതിൽ പോയി, കട്ട്ളപ്പടി പോയി, ദ്വാരപാലക ശില്പം പോയി, ഇനി തങ്ക വിഗ്രഹമുള്ള അവിടെ. ബാക്കിയൊക്കെ ഇനി പോയത് ഏതൊക്കെയാണ് ഇപ്പോൾ വിവരം നിങ്ങൾ പുറത്തു കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന് കളവാണ് നടന്നത്. കളവ് ഞാൻ ആവർത്തിച്ച് ചോദിക്കാൻ കാരണം അങ്ങേപ്പോലൊരാൾ പല കാര്യങ്ങളും പല പേപ്പറുകളും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന പല പേപ്പറും കൊണ്ടുവന്നത് ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ആദ്യം പറഞ്ഞത് വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ 1 മാസവും 9 ദിവസവും ഇത് ചെന്നൈയിലേക്ക് എത്തിക്കാൻ വേണ്ടി നീണ്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നിന്നതെന്നുള്ള സംശയം പ്രകടിപ്പിച്ചാണ്. അത് കോടതി ശരിവെച്ചു. വ്യാജ മോൾഡാണ് ഇത് വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു. വിൽക്കണത് ഒരു കോടീശ്വരനെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം 5 കിലോ സ്വർണത്തിൻ്റെ വിലയല്ല ഇതിന്. ഇത് ദ്വാരപാലക ശില്പം. എന്തായാലും അദ്ദേഹത്തിനെ പറ്റിച്ചാണ് കോടീശ്വരനെ. കാരണം ഇത് വീട്ടിൽ വെച്ചാൽ ഉള്ള ഗുണങ്ങളെ കുറിച്ച് ഇത് കട്ട മുതലാന്ന് പറഞ്ഞിട്ടില്ല. ഒരുത്തരെ പറ്റിച്ചിട്ടാണ് ചെയ്തേക്കണത്. കേരളത്തിലാവില്ല, പുറത്താണെന്നാണ് നമ്മുടെ അറിവ്. അടുത്തൊരൊറ്റ കാര്യം കൂടിയാണ്. ഈ റൂറൽ SP കോഴിക്കോട് റൂറൽ SP ഇന്നലെ തന്നെ സമ്മതിച്ചു, പോലീസിലെ ചിലർ മർദ്ദിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചു. പക്ഷേ അത് DGP തലത്തിൽ അത്തരമൊരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. ഇന്നലെ സംഭാഷണം പുറത്തു വന്നു. സംഭാഷണം അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതല്ല, സംഭാഷണം പുറത്തു പോയതാണ്. അദ്ദേഹം ഏത് യോഗത്തിലാണ് ഇന്നലെ പങ്കെടുത്തത്, ആരുടെ യോഗത്തിലാണ് പങ്കെടുത്തത്, അവിടെ നിന്ന് എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു പോയത്? ഒരു കാര്യം സത്യമാണ്, പോലീസ് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമാക്കി മർദ്ദിച്ചിട്ടുണ്ട്.